എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാടുന്ന പുഴ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച് ശ്രീ ദക്ഷാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് ശ്രീദാസനം പാടിയ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ എന്ന ഗാനമാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ശ്രുതി സി, അതായത് ഒരു ഘട്ട. രാഗം ആബേരി. ആബേരി എന്ന് പറയുമ്പോൾ ഞാൻ ഫ്ലൂട്ടിൽ രണ്ട് പേരിൽ 4ന്റെ ഫ്ലൂട്ടിൽ പഞ്ചമം ഷഡ്ജമായിട്ടാണ് വായിക്കുന്നത്, ശ്രുതിഭേദം ചെയ്താണ് വായിക്കുന്നത്. എന്നാലാണ് ഈ പാട്ടിന്റെ ഫ്ലോ കിട്ടുള്ളൂ. അപ്പൊ ഷഡ്ജം ഇത് വരും. ശുദ്ധൻ ആബേരി എന്ന് പറയുമ്പോ സ ഗ മ പ നി സ സ നി ദ പ മ ഗ രി സ. ഈ പഞ്ചമ ഷഡ്ജമായിട്ട് എടുക്കാൻ കാരണം എല്ലാം ഫുൾ നോട്ട്സ് കിട്ടും. സ ഗ മ പ നി സ സ നി ദ പ മ ഗ രി സ. ഇങ്ങനെ പഞ്ചമ ഷഡ്ജമായിട്ടാണ് ശ്രുതിഭേദം ചെയ്യുന്നത്. എങ്കിലാണ് ഈ പാട്ടിന്റെ ഫ്ലോ നമുക്ക് വായിക്കാൻ മാക്സിമം കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം സംഗമം പഠിപ്പിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു ഫിംഗറിങ്. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഇല്ല. ആദ്യം ഒരു വൈബ്രഫോണിൽ സ ഗ പ സ അങ്ങനെ വൈബ്രഫോൺ വായിച്ചിട്ട് ഹൃദയ സരസിലെ അങ്ങനെ വരും. അപ്പോൾ ആബേരിയുടെ ഒരു ഫ്രെയിം ഞാൻ വായിക്കാം. ഇതാണ് ആബേരിയുടെ ഒരു ഫ്രെയിം. അപ്പോ സ ഗ പ സ എന്ന് വൈബ്രഫോൺ ഇട്ടിട്ട് ഹൃദയ സരസിലെ പനിമ പ ഹൃദയ സ പ, ഇതാണ് പഞ്ചമം. സരിഗമ പ ഹൃദയ സരസിലെ പനിമ പ സ സ സ സ സ നി സ പനി പനി മ പ പനി നീക്ക് ഒരു ടച്ച് ടച്ച് കൊടുക്കും. പനിത ഈ ഹോളിൽ ടച്ച് കൊടുക്കും. പനിത മ പ പനി മ പ സ സ നി സ സ നി രി സ നി സ നി രി സ നി
പനി മ പ സ സ നി സ സ നി രി സ നി. ഒന്നിട്ട് വായിക്കാം. പ്രണയ പുഷ്പമേ പ്രണയ സനിരി സനി സനിരി സനി സനിരി സനി പ്രണയ പുഷ്പമേ ദാനി പാമക പുഷ്പ ദാനി ദാനി സനി എന്ന് വരും. ദാനി പാമക പുഷ്പമേ ഗപദനി പദാനി പ ഗപദനി പദാനി പ എന്ന് വരും. ഗപദനി പദാനി പ സനിരി സനി പ്രണയ ദാസനി പാമക പുഷ്പമേ ഗപദനി പദാനി പ. ഒന്നിന് വായിക്കാം. അതൊറ്റ വൃത്തി തന്നെ വായിക്കണം. ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ആ വിരുത്തത്തിൽ താളമില്ലാതെ പാടുന്ന ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ അത്രയും ഞാൻ വായിക്കാൻ മതി. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇങ്ങനെ വരും. ഒന്നിരി വായിക്കാൻ ചേർത്ത്. ഇത് കഴിഞ്ഞാൽ പിന്നെ താളത്തിൽ വരും. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പനി പമക പനി നീ പറയുമ്പോ നീ തന്നെ ഇന്ന് ടച്ച് വരും. പനി പമക എന്ന് പറയുമ്പോ സായായിട്ട് വരും. ശ്രുതിപാദം ചെയ്യുമ്പോ സരിഗ പനി പമക പനി പമക. പ്രണയ പുഷ്പമേ ഗമ മമ മമ മനി പമഗസ ഗമ മമ പ്രണയ പുഷ്പ ഗമ മമ മനി പമഗസ മനി മനി അവിടെ ടച്ച് മനി തനി ടച്ച് വരും. മനി പമഗസ മനി പമഗസ ഗമ മമ മമ മനി പമഗസ ഗമ മമ മമ മനി പമഗസ മനി മനി പമഗസ. അപ്പൊ രണ്ടും ചേർന്ന് വായിക്കാം. ഇനിയും നിൻ കഥ പറയൂ
വൺ ഇനിയും നിൻ കഥ പറയൂ. വൺ സഗഗ വൺ ഇനിയും നിൻ കഥ ഗപമപസ ഗപമപസ നിൻ കഥ പറയൂ ഗഗ. വൺ സഗഗ ഗപമപസ ഗഗ. വൺ സഗഗ ഗപമപസ ഗഗ. വൺ എന്നിട്ട് വായിക്കാം. വൺ അപ്പൊ അത്ര ഞാൻ ചേർത്ത് വായിക്കാം. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ എന്ന് ചേർത്ത് വായിക്കാം. വൺ ഒന്നിട്ട് വായിക്കാം. വൺ അവിടെ ഒരു ലിങ്ക് വരും. ഗപനി സരി ഗരി സരി പമഗ. വൺ പറയൂ ഗപനി സരി ഗരി സനി പമഗ. പറയൂ ഗപ ഗരയു ഗപനി സരി ഗരി സനി പമഗ. പറയൂ. 1 2 3 നീ സരി ഗ ഒരു രീ വരും. നി സരി ഗരി സനി പമഗ. 1 2 3 ഗപ നി സരി ഗരി സനി പമഗ. 1 2 3. അത് എൻ്റെ ഹിന്ദുസ്ഥാനി ഗുരു മദ്രാസിലെ ശ്രീ ഗുണസിംഗ് സാറ് ആണ് ഈ ഗാനത്തിന് ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ ഗാനത്തിൽ അദ്ദേഹത്തിന് ഞാൻ വളരെയധികം ബഹുമാനത്തോടുകൂടി ഓർക്കുന്നു. അപ്പോൾ വൺ പിന്നെ രണ്ടാമത് വായിക്കുമ്പോൾ പറയൂ സിത്താറില് നീ പമഗരി സനിസ നീ പനി തനി നീ പമഗരി സനിസ പനി തനി പമഗരി സനിസ നീ ഫ്ലൂട്ട് വായിക്കുമ്പോ നീ പനി തനി പനി തനി ഈ വരൽ വരും. പനി തനി പമഗരി സനിസ നീ പമഗരി സനിസ പറയൂ. സിത്താറിന്റെ ബിറ്റാണ്. അപ്പൊ രണ്ടാമത്തെ തവണ വൺ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. എന്നിട്ട് അർദ്ധനിമീലിത മിഴികളിലൂറും വൺ അർദ്ധനിമീലിത വൺ നീസ സാരി സനി വൺ നീസ സാരി സനി വൺ വൺ മിഴികളിലൂറും നിസമഗമാമ നിസ നീ എടുക്കണ ഷഡ്ജത്തിൽ നിന്ന് സനിസമഗമാമ മിഴികളിലൂറും നിസമഗമാമ
ഒന്നുകൂടെ തൊട്ട് വായിക്കാം. 1. അടുത്തത് ഒന്നുകൂടെ വായിക്കാം. അശ്രുബിന്ദുവൻ അശ്രുബിന്ദുവൻ മപ്പപാനിസ നിസരിഗ അശ്രുബിന്ദു മപ്പപാനിസ നിസരിഗ അശ്രുബിന്ദുവിൻ അശ്രുബിൻ മപ്പപാനി നിസ നിസരി മഗ നിസരി മഗ അശ്രുബിന്ദുവൻ അശ്രുബിന്ദുവൻ മപപാനി നിസ നിസരി മഗ മപപാനി മപപാനി നിസ നിസരിഗ സ്വപ്നബിന്ദു സ്വപ്നബിന്ദു സാരിണി സാരിണി നിസ സനിരിസ അശ്രുബിന്ദു ഓ നീ പദാനിപ നീ പദാനിപ സ്വപ്നബിന്ദു ഓ സാരിണി സനിരിസനി പദാനിപ സ്വപ്നബിന്ദു സാരിണി സനിരിസനി സാരിണി സനിരിസനി പദാനിപ ഓ സ്വപ്നബിന്ദു അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു ഗമപനി സനിസരിഗ സാരിണി സനിരിസനി പദാനിപ അതാണ് വരിക. അങ്ങനെ വരും. അപ്പോ ഫുൾ പല്ലവി താളത്തിലുള്ള പോർഷൻ ഞാൻ വായിക്കാം. 1. നീ പറയൂ നീ ഗപദ നീ ഗപദ സനി നീ പറയൂ നീ പറയൂ പഗമ സഗ പഗമാസഗ പറയൂ മപഗമാസഗ ഗപദശനി മപഗമാസഗ എന്ന് പറയാം. തഗ മപഗ മസഗ ദഗ ദമഗ മപഗ മസഗ ദഗ മപഗ മസഗ
ഗപദനി ദമഗമ പഗമ സഗ ഗപദസനി നീ ദമഗമ പഗമ സഗ ദമഗമ പഗമ സഗ. ഇതാണ് ഇതിന്റെ പല്ലവി. നീ പറയൂന്ന് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ചേഞ്ച് വരുന്നത്. അപ്പൊ അവസാനത്തെ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. അത്രയും ഒന്നുകൂടി വായിക്കാം. എൻഡ് മാത്രം. 1. ഇതാണ് ഹൃദയ സരസിലെ എന്ന ഗാനത്തിൻ്റെ പല്ലവി. ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ഇതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നതാണ്. താഴെ കാണുന്ന നമ്പറിലേക്ക് ദയവേത് വിളിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.